ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൊമേഴ്സ് ക്ലാസ്സസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് MCOMൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിൽ നമ്മൾ നിർത്തിയത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിലൊക്കെയാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മേജർ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ഷെയർ ഹോൾഡറിനെ പറ്റിയിട്ടാണ്. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കമ്പനീൻ്റെ ആക്ച്വൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവരാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിനകത്ത് നിന്നൊരു റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ് അവരത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അവരെ കമ്പനീൻ്റെ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. ഇവർക്ക് കുറച്ച് റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ് ആണ്. അതായത് കമ്പനീൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാനും കമ്പനീൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യാനും എല്ലാം ഉള്ള റൈറ്റ് ആർക്കുണ്ട്? ഷെയർ ഹോൾഡർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് ആണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഓണർഷിപ്പ് ഉണ്ട്, അത് ഈസി ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാനുള്ള, അതായത് ഇവരുടെ ഷെയറിനെ ഈസി ആയിട്ട് ക്യാഷ് ആക്കി മാറ്റാനും ഇവരുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു റൈറ്റ് അവർക്കുണ്ട്. അടുത്തത് റൈറ്റ് ടു ഇൻസ്പെക്റ്റ് ആണ്. അതായത് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കമ്പനീൻ്റെ മിനിറ്റ്സ് ബുക്കും മീറ്റിംഗ് റെക്കോർഡ്സും എല്ലാം സഡൻ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കണം എന്നാണ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ്. അതായത് കമ്പനീൻ്റെ പീരിയോഡിക് റിപ്പോർട്ട്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും കമ്പനീൻ്റെ പ്രധാനപ്പെട്ട ഏതൊരു ഇൻഫോർമേഷനും അറിയാനുള്ള അവകാശവും ഷെയർ ഹോൾഡർക്കുണ്ട്. അടുത്തത് റൈറ്റ് ടു ഡിവിഡൻറ്റ് ആണ്. ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഡിവിഡൻറ്റ് കിട്ടാനുള്ള അവകാശം ഇവർക്കുണ്ട്. റൈറ്റ് ടു സ്യൂ ആണ്. അതായത് നെക്സ്റ്റ് കമ്പനി എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലോ കമ്പനി ഡിവിഡൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിലോ കേസ് കൊടുക്കാനുള്ള റൈറ്റും ഷെയർ ഹോൾഡർക്കുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കമ്പനീൻ്റെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇലക്ഷനിലൂടെ വോട്ടിംഗ് റൈറ്റിലൂടെ അവരാണ് അത് ചെയ്യുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഉണ്ട് നമുക്കറിയാം. ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റും ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. പിന്നെ റൈറ്റ് ടു ഗെറ്റ് കോപ്പീസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു കമ്പനീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ കോപ്പി കിട്ടാനുള്ള റൈറ്റും ഷെയർ ഹോൾഡർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. കമ്പനീൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള റൈറ്റ് ഇവർക്കുണ്ട്. ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം അപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ വോളണ്ടറി ലിക്വിഡേഷനിലൂടെ കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടിയും ഇവർക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിലും ഉണ്ട്. അതുപോലെ തന്നെ മീറ്റിങ്ങുകളിലൊക്കെ വോട്ടിംഗ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുമ്പം അതിലൊക്കെ റെസൊല്യൂഷൻസ് ഒക്കെ പാസ് ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് ഡ്യൂട്ടീസ് എല്ലാം ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡറാണ്. അത് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. ഒരു കമ്പനീനെ സംബന്ധിച്ച് കമ്പനീൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് കമ്പനീൻ്റെ വർക്ക് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ കമ്പനീൻ്റെ എംപ്ലോയീസ് ആണ്. അതായത് ഇവരൊന്നിച്ച് നിന്നാൽ മാത്രമേ ഒരു കമ്പനിക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് വേസ് ആണ്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഇൻട്രസ്റ്റ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള കുറച്ച് രീതികളാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ത്രൂ അതർ ലോസ് ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനീസ് ആക്ട് പോലെയുള്ള കുറച്ച് ഏജൻസി ലോ പോലെയുള്ള കുറച്ച് നിയമങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കമ്പനീസിൻ്റെ ഈ ഷെയർ ഹോൾഡർ, അതായത് എംപ്ലോയീസിൻ്റെ റൈറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ ട്രേഡ് യൂണിയൻസ്, ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ട്രേഡ് യൂണിയൻസ്. ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസ് ഉള്ളത് കൊണ്ട് ഇവരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസ് വോയിസ് വിത്തിൻ കോർപ്പറേഷൻസുകൾക്ക് അകത്ത് എംപ്ലോയീസിൻ്റെ ശബ്ദം ഉയർത്താനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വോയിസ് കൊടുക്കുന്ന സിസ്റ്റവും നിലവിലുണ്ട്. പിന്നെ കോർപ്പറേറ്റ് കൾച്ചറിലും നോംസിലൊക്കെ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ട് ഇവരുടെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് എംപ്ലോയി എൻഗേജ്മെൻറ്റിനെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ അവരെ പങ്കാളികളാക്കി അവരെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് വഴികളാണ് ഇനി പറയാനുള്ളത്.
ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. നമുക്കറിയാം എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള അസോസിയേഷനാണ് ട്രേഡ് യൂണിയൻ. അതായത് ഒരു സ്ഥാപനത്തിലോ ഒരേ മേഖലയിലോ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഒന്നിച്ച് നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താനാണ് ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കുന്നത്. അസോസിയേഷൻ ഓഫ് വർക്കേഴ്സ് ആണ്. അവർ മെയിനായിട്ട് സംസാരിക്കുക വർക്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ പറയുന്നത് കോഡിറ്റർമിനേഷൻ ആണ്. അതായത് ഇവരെ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, കമ്പനീൻ്റെ എന്താ പറയുക കാര്യങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്ന രീതിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എംപ്ലോയീസിനും കൂടെ കൊടുക്കുകയാണ്. ഇതുകൊണ്ട് കമ്പനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും. അതായത് കമ്പനിക്ക് ലാഭമുണ്ടായാൽ തങ്ങൾക്കും ലാഭമുണ്ട് എന്ന് വർക്കേഴ്സിന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനീൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും, കമ്പനീൻ്റെ എംപ്ലോയീസിൻ്റെ എന്താ പറയുക ലേബർ ടേൺ ഓവറൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും, എംപ്ലോയി മുഴയിലൊക്കെ കൂടുതലും ഇമ്പ്രൂവ് ആവും. ഇതൊക്കെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് കൊണ്ടുള്ളത്. ഇക്വിറ്റി ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിംഗ് പോലെ തന്നെയാണ്. കമ്പനീൻ്റെ വർക്കേഴ്സിന് അവരുടെ കുറച്ച് സ്റ്റോക്കുകളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി കൊടുക്കുകയാണ്. ഇതും കമ്പനിയിൽ എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് കൂടാൻ നല്ലതാണ്. അടുത്ത സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ്. ഒരു കമ്പനീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡറാണ് കമ്പനീൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് കിങ് ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് കസ്റ്റമറാണ്. കസ്റ്റമർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു കമ്പനീൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി അവർ ചെയ്യുന്നത് ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊണ്ടുവരിക, നല്ല സർവീസ് കൊടുക്കുക, നല്ല കസ്റ്റമർ കെയർ, ഫെയർ പ്രൈസസ്, ഇതൊക്കെയാണ് ഇതിനു വേണ്ടി അവർ ചെയ്യുന്നത്. ഇതിനകത്ത് കസ്റ്റമേഴ്സിന് കുറച്ച് റൈറ്റുകളുണ്ട്, അതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റൈറ്റ് ടു സേഫ്റ്റി ആണ്. അതായത് അവർ ഹാംഫുൾ നമ്മളെ സൊസൈറ്റിയിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ഹസാർഡസ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റുകൾ എന്ത് മെഡിസിൻ എന്താണെങ്കിലും കസ്റ്റമറിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് സേഫ്റ്റി എന്നുള്ളത് അവരുടെ അവകാശമാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് അവർ പർച്ചേസ് ചെയ്യുമ്പം ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതിൻ്റെ റേറ്റ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. റൈറ്റ് ടു ചൂസ് ആണ്. മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും, അതിനകത്ത് നിന്ന് അവർക്ക് വേണ്ടത് ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ഫീൽ ചെയ്താൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനും അവർക്ക് നീതി കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് അത് ഒരു എന്താ പറയുക ഒരു കോർട്ടിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് കേസ് കൊടുക്കാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. പിന്നെ റൈറ്റ് ടു ബി ഹിയേർഡ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവർ എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യുമ്പം അവിടുന്ന് കോർട്ട് ഇവരുടെ ഈ ഒരു കംപ്ലൈൻറ്റ് കേൾക്കുന്നില്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനുള്ള അവകാശം ഒരു കസ്റ്റമർക്കുണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ്. അതായത് ഇന്ത്യയിലുള്ള എല്ലാ കൺസ്യൂമേഴ്സും ഒന്നും അവെയർ അല്ല, അവരുടെ റൈറ്റിനെയും അവരുടെ അവകാശങ്ങളെയൊന്നും പറ്റി അവർ അവെയർ അല്ല. അപ്പം അവർക്ക് എന്താ പറയുക കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതായത് പ്രൈസിനെ പറ്റിയിട്ടാണെങ്കിലും അവരുടെ റൈറ്റിനെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. അടുത്ത സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആൻഡ് കോർപ്പറേറ്റ്. ക്രെഡിറ്റേഴ്സ് ആണ് മേജർ ഒരു നല്ലൊരു പ്ലെയർ. അതായത് ഇതിനകത്തെ കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്യാഷ് കടമായിട്ട് കൊടുക്കുന്നവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. ക്രെഡിറ്റേഴ്സിന് കുറച്ച് റൈറ്റുകളൊക്കെ ഉണ്ട്. ഇത് ഇൻട്രസ്റ്റ്, അവർ ഈ കടം കൊടുക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് കറക്റ്റ് ടൈമിന് കിട്ടാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. ട്രസ്റ്റ് ഡീഡ് കിട്ടാനും എന്തെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റ് തിരിച്ച് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള അവകാശമൊക്കെ ഇവർക്കുണ്ട്. നെക്സ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു പ്ലെയറാണ്, സ്റ്റേക്ക് ഹോൾഡറാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഗവൺമെൻറ് ഏതൊരു ബിസിനസ്സിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിനും ഗവൺമെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. റൂൾസ് ഉണ്ടാക്കുന്നതും റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതും ഒക്കെ ഗവൺമെൻറ് ആയിരിക്കും. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഓഫ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ വിജയത്തിന് കാരണമാവുന്നതാണ് അവിടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. അവിടെയുള്ള ആളുകളായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ സ്ഥാപനത്തിന് അവരുടെ ഗോൾസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ പലതും ആവാം, പക്ഷെ എന്താണെങ്കിലും പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ബിസിനസ്സിന് സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ.
അതിൻ്റെ അകത്ത് നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്ത് നോക്കാനുള്ളത്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓറൽ മീഡിയ ആണ്. ഓറൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണ്. അപ്പം നമ്മൾ പറയുന്ന കണ്ടന്റ് അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പിന്നെ ഇലക്ട്രോണിക് മീഡിയ ആണ്. ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് മെയിൽ വരുന്നുണ്ട്, ഫാക്സ്, ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്, വെബ്കാസ്റ്റുകൾ വരുന്നുണ്ട്, വെബ് കോൺഫറൻസിങ്, വെബിനാർ, ടെലിഫോണ്, SMS, കോൾ സെൻറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. പേപ്പർ ബേസ്ഡ് ഫസ്റ്റ് വൺ ഫോമൽ ലെറ്റേഴ്സ് ആണ്. നമുക്കറിയാം ബിസിനസ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സപ്ലയേഴ്സിനെയോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെയോ ഒക്കെ അറിയിക്കുന്നത് ലെറ്റേഴ്സിലൂടെയാണ്. ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഫോമൽ, ഒരു പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ മെമ്മോസ് ആണ്. മെമ്മോസ് നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. ഇൻഫോർമലായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മെമ്മോസ് അയക്കും. മെമ്മോസ് ഒരു സ്ഥാപനത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് ആണ്. കമ്പനീൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു സമ്മറൈസ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പോലെ സബ്മിറ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും കമ്പനീൻ്റെ പെർഫോമൻസും കമ്പനീൻ്റെ നിലയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടുകൾ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ മിനിറ്റ്സ് ആണ്. മിനിറ്റ്സ് നമുക്കറിയാം മീറ്റിംഗ് ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നോട്ട് ചെയ്യപ്പെടുക. ഇനി നമുക്ക് പറയാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്കറിയാം ഫ്രെയിം വർക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിളുകളാണ്. നമുക്കറിയാം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പം തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി കേട്ടാൽ തന്നെ അറിയാം. കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ആണ്. അതായത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും ഒക്കെയാണ് കമ്പനീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം അതിനകത്തുള്ള ആളുകളെ അക്കൗണ്ടബിൾ ആയിരിക്കും. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിരിക്കും. മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അക്കൗണ്ടബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ആണെങ്കിൽ അവർ എന്തായാലും പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള കാര്യം അവർ ഫോളോ ചെയ്യണം. അവർ കറക്റ്റായിട്ട് ആളുകളുടെ അടുത്ത് റെസ്പോൺസിബിളും അക്കൗണ്ടബിളും ആയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ് ആണ്. അതായത് എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ യാതൊരു തരത്തിലുള്ള ഇനീക്വാളിറ്റീസും ഉണ്ടാവരുത്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റുകൾ ഈക്വലി പ്രൊട്ടക്റ്റ് ചെയ്യണം. അതായത് മൈനോറിറ്റി ആണെങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡർ, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആരതായാലും എല്ലാവരും ഈക്വലായിട്ട് കമ്പനി അല്ലെങ്കിൽ ബോർഡ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി ആയിരിക്കണം. അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ബിസിനസ് ട്രാൻസാക്ഷൻസ് അക്യുറേറ്റ് ആയിരിക്കണം. കസ്റ്റമർക്കാണെങ്കിലും ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലും പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. കമ്പനീൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. കമ്പനി ആക്ടിവിറ്റീസ് പുറമേ നിന്ന് ആർക്ക് നോക്കിയാലും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മനസ്സിലാവണം. പിന്നെ പറയുന്നത് ഫിഡ്യൂഷ്യറി പ്രിൻസിപ്പിൾ ആണ്. ഫിഡ്യൂഷ്യറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു അനദർ പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാനേജേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് റെസ്പോൺസിബിൾ ആണ്. ബിക്കോസ് ഷെയർ ഹോൾഡേഴ്സ് മാനേജേഴ്സിനായിരിക്കും അവരുടെ പവറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഒരു നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അവിടെ ഫ്രീഡം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് പകരമാണ് അവിടെ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം കൊടുക്കണം കമ്പനി. അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനുമുള്ള ഒരു എക്സിസ്റ്റൻസ്, ഒരു പവർ നമ്മൾ കൊടുത്താൽ മാത്രമേ അവരുടെ ഡിസിഷൻ പ്രോസസ്സും എല്ലാം അവരെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. അതായത് നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ചില ഇൻഫോർമേഷൻസും ചില ഡിസ്കഷൻസും ഒക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ ആണ്. അതായത് കമ്പനി എപ്പോഴും കമ്മിറ്റ്മെൻറ്റ് ഉള്ളതായിരിക്കണം. അതായത് അവരുടെ റെഗുലേഷൻസ് എൻഫോഴ്സ് ബൈ റെഗുലേറ്ററി ബോഡി അത് എൻഷുർ ചെയ്യാനും മാനേജ്മെൻറ്റിന് പറ്റണം. പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം എപ്പോഴും സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം, പബ്ലിക്കിനോട് റെസ്പോൺസിബിൾ ആയിരിക്കണം, അവർ സോഷ്യൽ ഇഷ്യൂസിൽ റെസ്പോണ്ട് ചെയ്യണം, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിന് ഹൈ പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മളിത് പഠിക്കുന്ന സമയത്ത് എസ്സേക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവരുടെ റോള് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒന്നിച്ച് ഇതാക്കാൻ വേണ്ടി വരും. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം ഈ ചാപ്റ്റർ ഇത്രയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തു. എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം മസ്റ്റായിട്ട്. നമ്മളിനി ഈ ചാനലിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വെയിറ്റേജും തൊട്ടടുത്തതും എസ്സേ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിത്ത് ആൻസർ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.